മണി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകളിലേക്ക് എത്താം. വിചിത്രവാദങ്ങൾ ഉയർത്തി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന RSS ആവശ്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അരുൺ ജെയ്റ്റ്ലിക്ക് പിന്നാലെ RSS തലവൻ മോഹൻ ഭഗവതിനെയും കേരളത്തിലെത്തിച്ച് രാഷ്ട്രപതി ഭരണത്തിനായി സമ്മർദ്ദം ശക്തമാക്കാനാണ് നീക്കം. RSS നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും അപലപിക്കാനും നേതൃത്വം തയ്യാറായില്ല. प्रकार के मर्डर कन्नूर में जितने भी हुए हैं उसका पैटर्न एक है, वही पैटर्न तिरुवनंतपुरम में हुआ है. That shows they are trying people. Number 2, targeted attacks है. I have said in month of February and March we have requested the President of India and the Home Minister, and we are happy that the Home Minister talked to the State Chief Minister recently, and also the Governor of the state summoned the Chief Minister, and after that they took some steps to approach RSS office bearers, and we have been told that Sri Arun Jaitley, Finance Minister, is going to visit Kerala on 6th. സന്തോഷ് സലിംഗ് സാഹചര്യങ്ങളുമായി വിശദാംശങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, ദത്താത്രേയയുടെ വാക്കുകളാണ് കേട്ടത്. ഇതിന്റെ ചുവട് പിടിച്ച് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തമായ ഒരു അജണ്ട ഇക്കാര്യത്തിൽ കേരളത്തിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുക, ദേശീയ തലത്തിലുള്ള ശ്രദ്ധ എന്തായാലും നൽകുക. RSS നേതാക്കൾ, പ്രമുഖ നേതാക്കൾ വരുന്നു, അരുൺ ജെയ്റ്റ്ലി കേരളത്തിലേക്ക്, BJP നേതാക്കൾ വരുന്നു, മന്ത്രിമാർ വരുന്നു, കേന്ദ്രമന്ത്രിമാരടക്കം. ഇങ്ങനെ ഒരു മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്ന ബോധപൂർവമായ ശ്രമം ഉണ്ട് എന്ന് തന്നെയാണോ CPM നേതാക്കളടക്കം മനസ്സിലാക്കുന്നത്? പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഏത് രീതിയിലാണ് രൂപപ്പെടുന്നത്? പ്രജീഷ്, വളരെ ബോധപൂർവമായി മുൻകൂട്ടി നിശ്ചയിച്ച അനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ സംഘപരിവാർ RSS നേതൃത്വത്തിൽ നടത്തുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റിൽ കഴിഞ്ഞ വ്യാഴനും വെള്ളിയും BJP നേതാക്കൾ തന്ത്രപൂർവ്വം ഈ വിഷയം അവതരിപ്പിച്ചു. വളരെ അസംതൃപ്തമായി തന്നെയാണ് പ്രചരണം നടത്തിയത്. CPM നേതാക്കൾക്ക്, CPM പാർലമെന്ററി പാർട്ടി നേതാക്കൾക്ക് അടക്കം മറുപടി പറയാൻ പോലും നൽകാത്ത രീതിയിൽ പാർലമെന്റിൽ പ്രസ്താവന എടുത്തു. അതിനുശേഷം ഇന്നലെ പ്രസ് ക്ലബിൽ RSS തന്നെ നേരിട്ടെത്തി BJP നേതാക്കൾ നേരത്തെ പാർലമെന്റിൽ ഉയർത്തി അതും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ വാർത്താ സമ്മേളനം നടത്തുക. അദ്ദേഹം ദില്ലിയിൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ RSS ജോയിന്റ് സെക്രട്ടറി ദത്താത്രേയ ഹൊസബാല കേരളത്തിൽ നടത്തിയ അസത്യ പ്രചരണങ്ങൾ, വ്യാപക പ്രതിഷേധം തന്നെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. CPIയും ഇസ്ലാമിക ഭീകരരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയ ആക്രമണങ്ങൾ RSS നേതാക്കൾക്കെതിരെ മാത്രം നടത്തുന്നു തുടങ്ങിയ വിചിത്രവാദങ്ങളാണ് കാരണമായി പറയുന്നത്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ തന്നെ പിരിച്ചുവിടണം എന്നും ദത്താത്രേയ ആവശ്യപ്പെടുന്നു. അതേസമയം കേരളത്തിൽ RSS BJP നേതാക്കൾ നടത്തുന്ന അഴിമതി, കള്ളനോട്ടടി തുടങ്ങിയ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. RSS ആക്രമണത്തിൽ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടില്ലെന്നാണ് ആദ്യം ദത്താത്രേയ പറഞ്ഞത്. പിന്നീട് തെളിവുകൾ നിരത്തിയതോടെ പ്രവർത്തകരുടെ പ്രതികരണമാണ് കൊലപാതകം എന്നായിരുന്നു മറുപടി. എന്തായാലും RSS നീക്കത്തിനെതിരെ വളരെ വ്യാപകമായ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതീക്ഷ. ശരി സന്തോഷ്. സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന RSS കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം സ്വപ്നം മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ലെന്നും എന്നാൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടാൽ പാർട്ടി ശക്തമായി ഇടപെടുമെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നത് RSSന്റെ അഭിപ്രായം സ്വപ്നം മാത്രമാണെന്നും ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പിരിച്ചുവിട്ടാൽ ആദ്യം പിരിച്ചുവിടേണ്ടത് പ്രതിവർഷം 4000 കൊലപാതകം നടക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിനെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ, അവരുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിയമസഭയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ. ആ സമയത്ത് ഇപ്പോൾ BJPക്ക് ഒരു സീറ്റുള്ളത് പോലും നഷ്ടമാവും. ഇത് രാജഗോപാലിനോട് വിരോധമുള്ള ഏതോ ആളവിടെയുണ്ട്. അയാൾ MLA ആയിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അയാളെ ഈ സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അപാകതയുള്ളതായി സംസ്ഥാന സമിതി വിലയിരുത്തിയിട്ടില്ലെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് പല മേഖലകളിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയൊരു കാര്യം. മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപം ശരിയല്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന് പകരം മറ്റേതെങ്കിലും വാക്ക് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലായിരുന്നോ എന്ന കോടിയേരിയുടെ കുസൃതി നിറഞ്ഞ മറുപടിയിൽ മാധ്യമപ്രവർത്തകരും ചിരിച്ചത് മഞ്ഞുരുകുന്നതിന്റെ സൂചനയായി. വേറെന്ത് വാചക
പുറത്തേക്ക് വരുവിൻ വരുവിൻ എന്നാണോ? പല രീതിയിലും പറയാം. പുറത്തേക്ക് ഒരാൾക്ക് വരുവിൻ 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 എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരൊരു വാക്ക് നമുക്ക് ആർക്കും അന്നേരത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഓരോ വാക്ക് അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ ഒരു തെറ്റും സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കണ്ണൂരിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വയം ശ്രമം നടത്താൻ CPIM BJP ഉഭയകക്ഷി ചർച്ചയിൽ ധാരണ. പ്രാദേശിക തലത്തിൽ സമാധാന യോഗങ്ങൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനം. വിശദാംശങ്ങളുമായി കുട്ടൻ ചേരുന്നു. കുട്ടൻ, ജില്ലയിലെ ശാശ്വത സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചയാണ് നടന്നത്. എന്തൊക്കെ ചർച്ചകൾ ആണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇരു വിഭാഗത്തു നിന്നും ഉയർന്നു വന്നത്? തുടർ നടപടികൾ ഏത് രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്? പ്രതീക്ഷ, തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇന്ന് കണ്ണൂരിൽ CPIM BJP നേതാക്കൾ ഉഭയകക്ഷി ചർച്ച നടത്തിയത്. ജില്ലയിൽ അക്രമം ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ശ്രമം നടത്താൻ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് യോഗശേഷം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇരു പാർട്ടികളുടെയും അണികളിലേക്ക് ചർച്ചയുടെ ധാരണ എത്തിക്കുമെന്നും കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും പറഞ്ഞു. ആഗസ്റ്റ് 11-ാം തീയതി പയ്യന്നൂരിൽ സമാധാന യോഗം വിളിച്ചു ചേർക്കാനും ധാരണയായിട്ടുണ്ട്. അതിനടുത്ത ദിവസം തന്നെ തലശ്ശേരിയിലും സമാധാന യോഗം വിളിച്ചു ചേർക്കും. ശരി. നടിയെ ആക്രമിച്ച കേസിൽ നാദിർഷയുടെ സഹോദരൻ സമദിനെ മൊഴി രേഖപ്പെടുത്താനായി ആലുവ പോലീസ് ക്ലബിൽ വിളിപ്പിച്ചു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായ കുറ്റപത്രം ഉടൻ അതേസമയം സമർപ്പിക്കുന്നുണ്ട്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ ജാമ്യം നേടുന്നത് തടയാനാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി നികേഷ് ചേരുന്നു. നികേഷ്, അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം കൃത്യമായ രീതിയിലുള്ള തെളിവുകളൊക്കെ സംശീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? കേസിൽ ദിലീപിനെതിരായ കുറ്റം തെളിയിക്കാൻ ആവശ്യമായ മൊഴികളും തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ലഭ്യമായെന്ന അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ദിലീപിനെതിരെ കുറ്റപത്രത്തിൽ ഗൂഢാലോചന, കൂട്ടമാനഭംഗം, തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്താൻ പോലീസ് ഒരുങ്ങുന്നത്. 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. കേസിൽ പൾസർ സുനി ഒന്നാം പ്രതിയാക്കി പോലീസ് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കേസിൽ 11ാം പ്രതിയാണ് ദിലീപ്. അനുബന്ധ കുറ്റപത്രത്തിൽ 2ാം പ്രതിയാണ് ദിലീപ്. കേസിൽ 13 പേരെയാണ് ഇതുവരെ പ്രതി ചേർത്തിട്ടുള്ളത്. 2 കുറ്റപത്രങ്ങളും ഒന്നാക്കിയാകും വിചാരണ നടക്കുക. ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിലെ പ്രതികളായ മേസ്ത്രി സുനി, വിപിൻ ലാൽ, വിഷ്ണു തുടങ്ങിയവരും ഈ കേസിൽ പ്രതികളാകും. പൾസർ സുനിയുടെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ, ഇയാളുടെ ജൂനിയർ രാജു ജോസഫ് എന്നിവരും കേസിൽ പ്രതികളാണ്. അതോടൊപ്പം തന്നെ നിർണായകമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് കേസിൽ നാദിർഷയുടെ സഹോദരൻ സമദിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചു. ആലുവ പോലീസ് ക്ലബിലാണ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാദിർഷയ്ക്കെതിരായ അന്വേഷണം തുടരുന്നതിന്റെ ഭാഗമായാണ് സഹോദരൻ സമദിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും 13 മണിക്കൂർ നാദിർഷയെ ചോദ്യം ചെയ്തപ്പോൾ, ദിലീപിനൊപ്പം ചോദ്യം ചെയ്തപ്പോൾ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതും ഇവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രതികളെയും സാക്ഷികളെയും മൊഴിയെടുത്തിരുന്നു. ഇത് നാദിർഷയുടെ മൊഴിയിൽ വലിയ വൈരുദ്ധ്യം പോലീസിന് കണ്ടെത്താനായി ഈ സാഹചര്യത്തിലാണ് നാദിർഷയുടെ സഹോദരനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ 13 മണിക്കൂർ ചോദ്യം ചെയ്യലിനിടെ അർദ്ധരാത്രിയോടെ നാദിർഷയുടെ സഹോദരൻ സമദ് ആലുവ പോലീസ് ക്ലബിൽ എത്തിയിരുന്നു. സിദ്ദിഖ് എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് നാദിർഷ എത്തിയത്. തുടർന്ന് നാദിർഷയെ ഇരുവരെയും കാണാൻ അനുവദിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ അർദ്ധരാത്രി ഈ ചോദ്യം ചെയ്യലിനിടെ ആലുവ പോലീസ് ക്ലബിൽ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സമദിനോട് ചോദിക്കുന്നതാണ്. ശരി, വ്യക്തമാണ്. നികേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ 13ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ്. 7 മണിക്ക് ഫലം പ്രഖ്യാപിക്കും. NDA സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡുവും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഗാന്ധിജിയുടെ ചെറുമകനുമായ ഗോപാൽ കൃഷ്ണ ഗാന്ധിയും തമ്മിലാണ് മത്സരം.
മിസോറാം ധനമന്ത്രിയുമായി ലോട്ടറി വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് തോമസ് ഐസക്. കേരളത്തിൽ ലോട്ടറി വിൽക്കില്ലെന്ന് മിസോറാം അറിയിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. ലോട്ടറി സംബന്ധിച്ച് ആ സർക്കാരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നേരിട്ട് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് എൻ്റെയും പ്രതികരണത്തിന് അടിസ്ഥാനം. എന്നാൽ അതിൽ വിഷ്വലുണ്ട്, കൃത്യമായിട്ടും മന്ത്രി പറയുന്നു. അതിനെ കേരളം പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് കേരളത്തിൽ ലോട്ടറി വിൽക്കുന്നതിന് തയ്യാറാവുന്നില്ലെന്ന് മിസോറാം ധനമന്ത്രി പറഞ്ഞത്. GST കൗൺസിലിലെ ഇന്നത്തെ യോഗത്തിൽ നിശ്ചയമായിട്ട് അദ്ദേഹത്തെ കാണും. കേരളത്തിൻ്റെ നന്ദി അറിയിക്കും. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. CPIM സംസ്ഥാന സമ്മേളനം തൃശൂരിൽ വെച്ച് നടത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 22 മുതൽ 25 വരെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. 22ാം പാർട്ടി കോൺഗ്രസിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് സെപ്റ്റംബർ 15-ന് തുടക്കമാകും. ഹൈദരാബാദിൽ നടക്കുന്ന 22ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടാണ് കേരള സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരാവും വേദിയാവുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് മുതലുള്ള സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 15 മുതൽ ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കും. നവംബർ 15 മുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കും. ഡിസംബർ 26-ാം തീയതി തൃശൂർ, വയനാട് ജില്ലാ സമ്മേളനങ്ങളോടെയാണ് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. കാസർഗോഡ്, പത്തനംതിട്ട ഡിസംബർ 29, 30, 31. കോഴിക്കോട്, കോട്ടയം ജനുവരി 2, 3, 4. കൊല്ലം, മലപ്പുറം ജനുവരി 5, 6, 7. ഇടുക്കി, പാലക്കാട് ജനുവരി 8, 9, 10. തിരുവനന്തപുരം, ആലപ്പുഴ ജനുവരി 13, 14, 15. എറണാകുളം ജനുവരി 16, 17, 18. കണ്ണൂർ ജനുവരി 19, 20, 21. പാർട്ടി കമ്മിറ്റികളിൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യമുണ്ടാവും. സാമൂഹ്യ ഘടനയ്ക്ക് അനുസൃതമായിട്ടാവണം പാർട്ടി കമ്മിറ്റികളുടെ പ്രാതിനിധ്യം തീരുമാനിക്കേണ്ടത്. 3 ടൈം കാലാവധി പൂർത്തിയാക്കിയ മുഴുവൻ സെക്രട്ടറിമാരും സ്ഥാനമൊഴിയും. സമ്മേളനങ്ങളോടനുബന്ധിച്ച് വോളണ്ടിയർ മാർച്ചും സെമിനാറും പ്രകടനവും പൊതുസമ്മേളനവും കലാകായിക മത്സരങ്ങളും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഓഗസ്റ്റ് 26-ന് 2000 കേന്ദ്രങ്ങളിലായി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 21 മുതൽ 24 വരെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനം കൊച്ചിയിൽ നടക്കും. ഓഗസ്റ്റ് 29-ന് നയനാർ അക്കാദമിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി ബക്കറ്റ് കളക്ഷൻ നടത്താനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടവേള. ഓണത്തിന് കേരള വിപണി ലക്ഷ്യമാക്കിയുള്ള പൂപ്പാടങ്ങൾ കർണാടക അതിർത്തി ഗ്രാമങ്ങളെ ഓറഞ്ച് നിറം ചാർത്തിയിരിക്കുകയാണിപ്പോൾ. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ പ്രതിസന്ധി നേരിടുകയാണ് പൂക്കർഷകർ. വിളവിൽ ഇത്തവണ വലിയ കുറവാണ് ഉണ്ടായത്. കേരള അതിർത്തിയിൽ മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂർ വനമേഖല പിന്നിട്ടാൽ പിന്നെ ഈ നിറമാണ് ചുറ്റിലും. അത്ര നിറമുള്ളതല്ല എന്നാൽ ഇവിടുള്ള കർഷക ജീവിതങ്ങൾ. പച്ചക്കറി കൃഷി കഴിഞ്ഞ് മൺസൂൺ കാലത്തോടടുപ്പിച്ചാണ് ചെണ്ടുമല്ലി കൃഷി. ചെണ്ടുമല്ലി നട്ട സമയത്ത് വരൾച്ച കൃഷിയെ ബാധിച്ചു. ശരാശരി 600 മില്ലിമീറ്ററാണ് ഇവിടുത്തെ വർഷപാതം. അല്പം വേനൽ മഴ ലഭിച്ചുവെങ്കിലും മഴക്കാലം കൈവിട്ടു. വിത്തും വളവും നൽകുന്ന കമ്പനികൾ ഈ വർഷം കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 5 രൂപ 50 പൈസയ്ക്കാണ് പൂ വാങ്ങുന്നത്. വിളവ് കുറഞ്ഞതിനാൽ ഇത് അംഗീകരിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഏക്കറിന് 5000 രൂപ മുതൽ 12000 രൂപ വരെ പാട്ടം നൽകിയ കർഷകർ ഭീമമായ നഷ്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ മഴ കമ്മിയാണ്. 3 മാസം ശരിക്കും നല്ല മഴ പോയിട്ട് ചെറുതായിട്ട് ചാടേണ്ടത് എവിടേക്കും എത്തൂല. മഴ നനവ് കുറവാണ്. നമ്മുടെ അടുത്ത കിണറുണ്ട്, കിണറിന് വെള്ളമുണ്ടായി പോയി. അതുകൊണ്ട് ഇപ്പം ഈ കൊല്ല കുറച്ച നഷ്ടം കുറവാണ്. ചെയ്ത പ്രണികളൊക്കെ ചെറുതായിട്ട് നഷ്ടം ഉണ്ടാവും. നമുക്ക് കിലോന് 550 കിട്ടും, ടണ്ണിന് 5500 രൂപ കിട്ടും. ആ പൈസ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പ്രധാനമായും ചെണ്ടുമല്ലിയാണെങ്കിലും ഇതുമാത്രമല്ല, മലയാളിക്ക് പൂക്കളം ഒരുക്കേണ്ട ഒട്ടുമിക്കതും ഇവിടെയുള്ള പൂപ്പാടങ്ങളിൽ ഇപ്പോഴുണ്ട്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്യുന്ന കർഷകർ അക്കാലത്തെ മികച്ച പൂവില ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. ISROയിലെ കുടിപ്പക വ്യക്തമാക്കി G. മാധവൻ നായരുടെ ആത്മകഥ അഗ്നിപരീക്ഷകൾ. ആൻഡ്രിക്സ് ദേവാസ് അഴിമതി വിഷയത്തിൽ തന്നെ പെടുത്തിയത് തന്റെ പിൻഗാമി K. രാധാകൃഷ്ണനെന്ന് മാധവൻ നായർ. ISROയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ തങ്ങൾക്ക് ലഭിച്ചത് അപമാനവും റിട്ടയർമെന്റ് കാലത്തെ സമാധാനക്കേടും മാത്രമെന്ന് മാധവൻ നായർ പറയുന്നു.
ISROയിലെ കുടിപ്പക തുറന്നുകാട്ടിയുള്ള പുസ്തകമാണ് മുൻ ചെയർമാൻ ജി മാധവൻ നായരുടെ അഗ്നിപരീക്ഷകൾ എന്ന ആത്മകഥയിലുള്ളത്. രാജ്യത്തെ ഞെട്ടിച്ച ആൻഡ്രീസ് ദേവാസ് അഴിമതി വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴച്ചത് മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനാണെന്ന് മാധവൻ നായർ തുറന്നെഴുതുന്നു. ഒരു ദേശീയ പത്രത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് താൻ നൽകിയിരുന്നു. കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ തങ്ങൾ പറയുന്നതിന് വിരുദ്ധമായാണ് രാധാകൃഷ്ണന്റെ വാദമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം രാധാകൃഷ്ണൻ താങ്കളുടെ ചോയ്സായിരുന്നുവെന്നും സൂചിപ്പിച്ചു. ISRO സെക്രട്ടേറിയറ്റിലെ ഒരു ശാസ്ത്രജ്ഞന്റെ പരാതിയാണ് ആദ്യം അഴിമതി ചൂണ്ടിക്കാട്ടിയത്. 2G സ്പെക്ട്രം കത്തിനിന്ന ഘട്ടത്തിൽ അതിനേക്കാൾ വലിയ അഴിമതിയായി ആൻഡ്രീസ് ദേവാസ് ഇടപാട് ഉയർത്തുക എന്നതായിരുന്നു ചിലരുടെ ലക്ഷ്യം. കാലുപിടിച്ചും സേവ പിടിച്ചും സ്ഥാനത്തെത്തിയ തന്റെ പിൻഗാമിക്ക് തന്നോട് വൈരാഗ്യത്തിനുള്ള കാരണം ഇന്നും തനിക്കറിയില്ലെന്ന് മാധവൻ നായർ ആത്മകഥയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഭരിച്ച നെല്ലിന്റെ തുക ലഭിക്കാത്ത കർഷകർ പ്രതിസന്ധിയിൽ. കോട്ടയം ജില്ലയിൽ കോടിക്കണക്കിന് രൂപയാണ് സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത്. സംഭരണ തുക ലഭിക്കാത്തതിനാൽ വായ്പയെടുത്ത് കൃഷി ഇറക്കിയവർ കടക്കിണിയിലാണ്. കോട്ടയം ജില്ലയിൽ മാത്രം സംഭരിച്ച നെല്ലിന്റെ തുകയായി 33 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. കർഷകരിൽ ഭൂരിഭാഗവും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. പലരും വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ ബാങ്ക് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. നെല്ല് സംഭരിച്ച് 5 മാസം കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ പ്രതിസന്ധിയിലാണെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി KM രാധാകൃഷ്ണൻ പറഞ്ഞു. പണയം വെച്ചും താലിമാല വിറ്റും പാവപ്പെട്ട കർഷകൻ കൃഷി ഇറക്കി അടുത്ത കൃഷിക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില കൊടുക്കാത്തത് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് നെല്ല് മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 1,75,000 ഹെക്ടർ സ്ഥലത്താണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നെല്ലുൽപാദനം നടക്കുന്നത്. ഉൽപാദന വർധനവ് ഉണ്ടാകണമെങ്കിൽ ഈ മേഖലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന അശാസ്ത്രീയമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും പൂർണ്ണമായും പരിഹരിച്ച് കർഷകർക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഗവൺമെന്റ് വരണം. കഴിഞ്ഞ മാസം 20-ന് കർഷകർ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ പണം നൽകാമെന്ന അന്നത്തെ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിൽ തിരുവാർപ്പ്, നാട്ടകം പഞ്ചായത്തുകളിലെ കർഷകർ പാടി ഓഫീസ് ഉപരോധിച്ചു. അതിനിടെ പണം കിട്ടുന്നതിന് പുതിയ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന അധികൃതരുടെ നിർദ്ദേശം കർഷകരെ രോഷാകുലരാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.